നമസ്കാരം. 2025 ജൂൺ 23 ഇന്ന് കിട്ടിയ വീടാണ്. വീട് നമ്പർ 152. വീട് ബുക്ക് ചെയ്ത് കുറെ നാൾ കാത്തിരുന്നു. അതിനുശേഷം ഇപ്പൊ കീ ഇട്ടിരിക്കുകയാണ്. അവൻ ഭയങ്കര ഹാപ്പിയാണ്. നമുക്ക് അവനോടും കൂടെ ഇതിന്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചു നോക്കാം. അപ്പൊ കൺഗ്രാലേഷൻ നീലു, കൺഗ്രാലേഷൻ. എന്ത് തോന്നുന്നു പുതിയ വീട് കിട്ടിയിട്ട്? ഹാപ്പിയാണോ? ഹാപ്പിയാണെന്ന് പറയാനുണ്ടോ? ഹാപ്പിയാണ്. എത്ര ആളായിട്ട് നോക്കിയിരിക്കണേണ്. എല്ലാവരുടെയും ഒരു ആഗ്രഹമല്ലേ സ്വന്തമായിട്ട് ഒരു വീട് വേണം എന്നുള്ളത്. എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വീട് വേണം. പ്രത്യേകിച്ച് യൂറോപ്പ് പോലുള്ള സ്ഥലത്ത് ഒരു വീട് വാങ്ങി സ്വന്തമായി വീട് വാങ്ങിക്കുന്നത് അത്ര ചെറിയ കാര്യമല്ല. കാര്യം ഇവിടുത്തെ ഒരു വെയിറ്റിംഗ് ഭയങ്കര വെയിറ്റിംഗ് ആണ്. വെയിറ്റിംഗിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, 2 വർഷമായിട്ട് വീട് ബുക്ക് ചെയ്തിട്ട് പോലും ഇതുവരെ വീട് കിട്ടാത്തുണ്ട്. പക്ഷെ ഞാൻ പറയാം, ആ കാര്യത്തിൽ ഭയങ്കര ലക്കിയാണ്. ഇവന്റെ വീട് ബുക്ക് ചെയ്ത് എത്ര മാസം എടുത്തു? 6 മാസം 6 മാസം കൊണ്ട് അവന്റെ വീട് കിട്ടി. പക്ഷേങ്കില് നമ്മള് വീടിന്റെ അകത്ത് കുറച്ച് പണികളൊക്കെ ചെയ്യാനുണ്ട്. അതൊക്കെ ഞാൻ കാണിക്കാം. അപ്പം നമ്മള് ബേസിലിന്റെ വീടിന്റെ അകത്തോട്ടൊന്ന് കയറി നമുക്ക് വീടൊന്ന് കാണാവേ. ഇത് കണ്ടോ, ഇതിന്റെ സ്റ്റേഴ്സ് ഒക്കെ ഉണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വുഡൻ സ്റ്റേഴ്സ് പോലെയാണ്, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. പക്ഷേങ്കിൽ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇനി കാർപ്പറ്റ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മെറ്റീരിയലൊക്കെ ചെയ്യണം. ഇപ്പോഴത്തേക്കുണ്ട് ഒരു സ്കെൽട്ടൺ. ആക്ച്വലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കെൽട്ടൺ പോലാണ് നമുക്ക് വീട് കിട്ടിയിരിക്കുന്നത്. ഇന്ന് പോയി നോക്കാവേ. ഈ ലിവിങ് ഏരിയയിൽ ഇവർ എന്തൊക്കെയാണ് അവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതുണ്ട്, ഈ ലിവിങ് ഏരിയയിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഒരു TV യൂണിറ്റ് വെക്കാനുള്ള ഒരു സ്പേസും മാത്രമേ ഉള്ളൂ. ഇനി ബാക്കിയുള്ളതും ഫ്ലോറിങ്ങും എല്ലാം ചെയ്യണം, പെയിൻറ്റിങ്ങും എല്ലാം ചെയ്യാൻ കിടക്കുവാണേ. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത് നേരെ ഈ സൈഡിലായിട്ട് വരുന്നത് ഇവിടുത്തെ കിച്ചണാണേ. കിച്ചൺ കണ്ടോ? കിച്ചൻ്റെ ഈ ഇതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ. അത് കിച്ചൻ്റെ ഇതിൻ്റെ എനിക്കൊന്നൊരു ഡാർക്ക് ബ്ലൂ, നേവി ബ്ലൂവിൻ്റെ കൂടെ ഒരു കോപ്പർ കളറുള്ള ഒരു പിടിയൊക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു ഇതാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ വരുന്നത് വാഷിംഗ് മെഷീൻ, ഡിഷ് വാഷറും അതിൻ്റെയൊക്കെയുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട്. അതെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇവർ ഇന്നിപ്പോൾ ഇവർക്ക് കിട്ടിയത് കൊണ്ട് അവരെന്തോ ഒരു ഗിഫ്റ്റ് പോലെ കുറച്ച് വൈൻ്റെ ബോട്ടിലും എല്ലാം കൊടുത്തിട്ടുണ്ട്. അടുത്തതുള്ളതാണ് നമ്മുടെ യൂട്ടിലിറ്റി പോലെ, അതായത് ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരിതും ഇതിൻ്റെ മേളിലായിട്ട് ഒരു കബോർഡും ഒക്കെ കൊടുത്തിട്ടുണ്ട്. വേണ്ട കബോർഡും നമുക്ക് ഇതിൻ്റെ അകത്ത് സ്റ്റോറേജ് സ്പേസ് പോലെ കൊടുത്തിട്ടുണ്ട്. അതും സെയിം കിച്ചണിൻ്റെ ആ ഒരു സെയിം കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. പിന്നെ ഇത് ടോയ്ലറ്റാണ്. നേരെ ഈ ഡോറ് കടന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴേക്കും ഇവിടുത്തെ ഗാർഡൻ കണ്ടോ? ഗാർഡൻ ആയിട്ട് ഇവരത്തേക്ക് കൊടുക്കുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ 2 സൈഡിലും മതിലും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഗാർഡനാണ്. ഈ ഗാർഡൻ അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഗാർഡൻ തീരെ ചെറിയ ഗാർഡൻ അല്ല. മെഷീൻ കണ്ടോ? ഇത് ഹീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ ഹീറ്റിംഗ്, അതായത് എയർ ടു വാട്ടർ ആണ് ഈ ഹൗസ്. സ്റ്റേഴ്സിലേക്ക് ഒന്ന് കയറി നോക്കാവേ. സ്റ്റേഴ്സിലേക്ക് കയറുമ്പോഴേക്കും കാണാം ഉണ്ടോ, അത്യാവശ്യം വിശാലമായ ഒരു ലാൻഡിങ്ങും ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ബോയിലറും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്ന റൂമാണേ. അത് കഴിഞ്ഞ് അതിനോട് ചേർന്ന് തന്നെ ഒരു ടോയ്ലറ്റ്, അത്യാവശ്യം വലിപ്പമുള്ള ടോയ്ലറ്റും അതിൻ്റെ കൂടെ തന്നെ ഒരു ടബും എല്ലാം അവിടെ കൂട്ടിയിട്ടുള്ള സാധനം. ഇതിൻ്റെ എല്ലാം വോളിൽ ടൈലും ഇതെല്ലാം ചെയ്യാൻ കിടക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ പണികളെല്ലാം ചെയ്ത് തീർത്ത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു വീഡിയോ കാണിക്കാം. മാസ്റ്റർ ബെഡ്റൂം സാധാരണ പോലെ തന്നെ, റൂമുകൾ ഇതെല്ലാം ഫ്ലോറിങ് എല്ലാം ചെയ്യാനുള്ളതാണ്. അങ്ങനെ അതിനോട് കൂടെ തന്നെ ചേർന്ന് തന്നെ ഒരു ടോയ്ലറ്റും. ഇത് ഇറങ്ങിക്കഴിയുമ്പോഴേക്കും ലെഫ്റ്റിലേക്ക് വരുമ്പോഴേക്കും ഒരു അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള പിന്നെ ഒരു ബെഡ്റൂമും ഉണ്ട്. ഈ റൂമിൻ്റെ വെളിയിലേക്ക് ഇറങ്ങിക്കഴിയുമ്പം അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ വേറൊരു ബെഡ്റൂമും, ഒരു ചെറിയ ബെഡ്റൂം എന്നല്ല, അത്യാവശ്യം വലുപ്പമുള്ള ഒരു കിഡ്സ് ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഇവിടെ ഈ കൊടുത്തിരിക്കുന്നത് ഈ ഒരു സംഭവം കണ്ടോ? ഈ ഒരു സാധനം കൊടുത്തിരിക്കുന്നത് സ്റ്റെയറിൻ്റെ ഇതാണ്. അതായത് സ്റ്റെയർ ഇങ്ങനെ കയറി വരുമ്പോൾ നമ്മുടെ തലയിടിക്കാതിരിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു ഇതാണത്. അപ്പം ഇതാണ് നമ്മൾ കണ്ട വീടിൻ്റെ ഒരു ബേസിക്കായിട്ട് നമുക്ക് അയർലൻഡ് വീട് വാങ്ങിക്കുമ്പോൾ കിട്ടുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി പണികളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു വീഡിയോയും കൂടെ ചെയ്യാം. അപ്പം എല്ലാവർക്കും താങ്ക് യു. ബൈ ബൈ.